ഹലോ, ഇന്ന് നമുക്ക് പഴവും ഗോതമ്പ് പൊടിയും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെൽത്തി റെസിപ്പി നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പാകമായിട്ടുള്ള പഴമാണ്. ആദ്യം നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴം ഒന്ന് വാട്ടിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ നല്ല കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഈ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും പഴവും എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ പഴം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 കപ്പോളം അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചതച്ചെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണെങ്കിൽ വേഗം തന്നെ മിക്സായി കിട്ടും. അപ്പോൾ ഇതാ അതുപോലെ ഒന്ന് വേഗം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഈ മിക്സ് വേണ്ടത്. ഓവറായിട്ട് ലൂസായാൽ നമുക്കിത് വേഗം സെറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ പഴം ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പകുതി മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പകുതി നമുക്ക് മുകളിൽ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാനാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യിട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ എല്ലാം ഒപ്പം ഒഴിച്ചു കൊടുക്കണമെന്നില്ല. കുറച്ച് കുറച്ചാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 30-35 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡെക്കറേഷനായിട്ട് നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കിസ്മിസും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഞാനൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 30-35 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു കേക്ക് കഴിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.